ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശ്രീ അരുൺകുമാർ, 11 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയാണ്, ബ്ലോക്ക് ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ തന്നെയാണ്, അവിടുത്തെ ഒരു ജനക്കൂട്ടമല്ല. അങ്ങനെ വഴിതടയാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും വഴിതടയലടക്കമുള്ള സമരത്തിന് ഷാഫി പറമ്പിൽ അർഹനാണെന്നാണ് വസീഫ് പറയുന്നത്. അതെങ്ങനെയെന്നാണ് എൻ്റെ ചോദ്യം. കൃത്യമായിട്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഇവിടെ 2 ദിവസമായിട്ട് ഒരു ലക്ഷ്യമുണ്ട്. അതായത് മുഖ്യധാര കേരളത്തിൽ ചർച്ചയായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറണം. അതിനുവേണ്ടി പല കോണിൽ നിന്നുള്ള വലിയ ശ്രമം നടക്കുകയാണ്. എന്നിട്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് കൃത്യമാണ്, വ്യക്തമാണ്. ഒരു തരത്തിലും ഒരാൾക്കെതിരെയും ഒരു വഴിതടയൽ പ്രഖ്യാപിച്ചിട്ടില്ല, മറ്റ് സമരങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല. കണ്ടിട്ട് ഉള്ള അനുഭവം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സന്തത സഹചാരികളാണ്. പക്ഷേ ഒരു വ്യക്തിക്ക് മറ്റൊരാളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം കൊണ്ട് ആ വ്യക്തി ചെയ്ത ക്രിമിനൽ പ്രവർത്തികളുടെ ഒരു ക്രിമിനൽ ലയബിലിറ്റി മറ്റൊരു വ്യക്തിയിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയുമോ? അതല്ല ഉദ്ദേശം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. ആ ഗുരുതരമായ കാര്യങ്ങളിൽ എവിടെയെങ്കിലും പരോക്ഷമായോ പ്രത്യക്ഷമായോ അതിൽ ഷാഫി പറമ്പലിന്റെ സഹായമുണ്ടെന്നോ ഷാഫി പറമ്പൽ കൂടി അറിഞ്ഞിട്ടാണെന്നോ പറയുന്നില്ല. അപ്പോൾ ഒരു വ്യക്തിക്കുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ ഒരാൾ ഉൾപ്പെട്ടിരിക്കുന്ന ക്രിമിനൽ ലയബിലിറ്റി മറ്റേ ആളിലേക്ക് കൂടി കൽപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവിടെ സ്വാഭാവികമായിട്ടും അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിലടക്കം ഒരു വാക്കുപോലും അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ വന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ച് ഒരു വാക്കുപോലും ഉരുത്തിരിഞ്ഞില്ല. അതിനൊന്നും ഇല്ലേ? എന്റെ സംശയം, ഒരു സമരം നമ്മൾ നടത്തുമ്പോൾ ഒരു ആവശ്യമുണ്ടാവില്ലേ? ഇതൊരു നടത്തു പോണ മാതിരില്ല. ഒരു വ്യക്തിയെ നമ്മൾ വഴിയിൽ തടയുമ്പോൾ, ഒരു വ്യക്തിക്കെതിരെ ഒരു പ്രതിഷേധം ഉയർത്തുമ്പോൾ ആ വ്യക്തിയിൽ നമ്മൾ ഒരു ആവശ്യം ഉന്നയിക്കുമല്ലോ. എന്ത് കോസിന് വേണ്ടിയാണ് ഷാഫി പറമ്പിൽ നേരെ ഈ സമരം തിരിഞ്ഞെന്നുള്ളതാണ് എന്റെ ചോദ്യം. വളരെ സ്പെസിഫിക് ആണ്. യെസ്, സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് മറുപടി. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നയാൾ, അദ്ദേഹത്തിന് ശേഷം മറ്റൊരാൾ വരുന്നു. അതുപോലെ പാലക്കാട് MLA ആയിരുന്നപ്പോൾ അതിനുശേഷം മറ്റൊരാൾ വരുന്നു. ആര് പോയപ്പോൾ ആര് വന്നു എന്നൊക്കെ നമുക്കറിയാം. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം വരുമ്പോഴും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന മുഴുവൻ ആളുകൾക്കെതിരെയും ഞങ്ങൾക്ക് വിമർശനമുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തും. അതിന്റെ ഭാഗമായി അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. ഒരു നിമിഷം ശ്രീ അരുൺകുമാർ, കൊല്ലം MLA M മുകേഷോട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന് മറുപടി കേൾക്കുക. എവിടെ പോണു? വെള്ളം കുടിക്കണം. അല്ലല്ല, പറയാൻ പാടില്ല. ഞാനേ അല്ല, കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല. അതെല്ലാം മറുപടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ല. ശ്രീ അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടം എന്ന് പോയിട്ട് രാ എന്ന് ചോദിക്കുമ്പോഴേ കൊല്ലം MLA ബബ്ബ ബബ്ബ എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഇപ്പോ ഏതായാലും സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകളിൽ പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കേസിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് പറയേണ്ടി വരും. ആ കേസിലെ ഇരയെയോ ഇരയുടെ കുടുംബത്തെയോ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു കേസിൽ പറയാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടതാണോ അല്ലയോ എന്നൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റിന് കൊല്ലം MLAക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, അതിപ്പോ നിങ്ങളല്ലേ ചോദിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചാൽ അത് 9 ചോദ്യമായിട്ടാ ചോദിക്കുക. അപ്പൊ കോടതിയുടെ കൃത്യമായിട്ടുള്ള തന്റെ സ്വന്തം കേസിനെ കുറിച്ച് ആരോടും പറയാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ സ്വാഭാവികമായി അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടായിരിക്കും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയോ FIR ഇല്ലാതെ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ രാജി ആവശ്യപ്പെടുമ്പോൾ കുറ്റപത്രം കിട്ടിയ ഒരാൾക്ക് MLA സ്ഥാനത്ത് തുടരാമെങ്കിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരാൾ രാജിവെക്കണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ എങ്ങനെ M മുകേഷ് വാ തുറക്കും? അതല്ലേ സത്യം. 14 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം, ആ സംഭവം 14 വർഷം പരാതിയില്ല. ഒറ്റ മിനിറ്റ് ഇടപെടല്ലേ. ആ പരാതിയുമായി ബന്ധപ്പെട്ടുണ്ട് ഇതിന്റെ ഇടയിൽ നടന്ന സാമ്പത്തിക ട്രാൻസാക്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്ത് അദ്ദേഹം LDFന്റെ MLA അല്ല ഈ സംഭവം നടക്കും. നിങ്ങളുടെ പോലീസ് ചാർജ് കൊടുത്തല്ലേ? ഇടപെടല്ലേ.
അല്ല, ഈ ചാർജ് ഓൾറെഡി സബ്മിറ്റഡ് ആണ്, നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഒറ്റ കാര്യം, നിങ്ങൾ ഈ രണ്ട് കേസിനെ സിംപ്ലിഫൈ ചെയ്ത് അല്ല ഞാൻ താരതമ്യം ചെയ്തിട്ടേ ഇല്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. എനിക്ക് അരുൺകുമാർ പറഞ്ഞ ഒരു വാദം വളരെ വിചിത്രമായി തോന്നി. അതായത് അദ്ദേഹം MLA ആകുന്നതിന് മുമ്പ് ചെയ്ത ഒരു കുറ്റകൃത്യത്തിൽ MLA ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇമ്മ്യൂണിറ്റി കിട്ടുമെന്നാണ് പറഞ്ഞത്. ശരിയാണോ? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല, അതോ ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ അനാവശ്യ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനും CPM പ്രതിനിധി അരവാചകം പറയുമ്പോഴേക്കും ഇടപെട്ട് അത് കുളമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. മറ്റുള്ളവർ പറയുമ്പോഴൊന്നും ഈ ജിൻഡോ പറഞ്ഞപ്പോഴൊന്നും ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഇത്രയും അവസാന പാദമാണ്. എനിക്ക് എന്റെ ചോദ്യങ്ങൾ പൂർത്തിയാക്കണം. അതുകൊണ്ടാണ് 14 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അന്ന് മുകേഷ് MLA അല്ലായിരുന്നു എന്ന് പറഞ്ഞിടത്താണ് ഞാൻ ചോദിച്ചത്. വിട്ടില്ലേ, ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. ഒരു മിനിറ്റ് താങ്കൾ ക്ഷമിക്കും. ഇത്ര അക്ഷമനാവല്ലേ നിങ്ങൾക്ക്? എന്താ ഇത്ര അക്ഷമ? ഇവിടെ ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ കാണാതെ തന്നെ അബോർഷൻ നടത്തണമെന്ന് നിർബന്ധിക്കുന്ന സാഹചര്യം ആ കേസിൽ ഉണ്ടായിരുന്നോ? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കുന്നത്? നിയമവിരുദ്ധമായിട്ടുള്ള അബോർഷന് വേണ്ടി കൃത്യമായിട്ട് തന്നെ പ്രേരിപ്പിച്ച് സമ്മർദ്ദം ചെലുത്തി ഒരു കുട്ടിയെ കൊന്നുകളയുന്ന അവസ്ഥ ആ കേസിൽ ഉണ്ടായിരുന്നോ? കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതി, ഇരയെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതി എന്ന് പറയുന്ന സാഹചര്യം ആ കേസിൽ ഉണ്ടായിരുന്നോ? കുഞ്ഞിനെ നശിപ്പിച്ചില്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ ഭാവി പോകും എന്ന് പറയുന്ന അവസ്ഥ ആ കേസിൽ ഉണ്ടായിരുന്നോ? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. കിറ്റ് എന്ന് പറഞ്ഞ് എല്ലാ തരത്തിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം കിറ്റ് പറഞ്ഞു പോകുന്ന സാഹചര്യം ആ കേസിൽ ഉണ്ടായിരുന്നോ? അതുപോലെ തന്നെ ഒന്ന് പുറത്തേക്ക്, കേരളത്തിന്റെ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. കുറ്റപത്രം കിട്ടിയ M മുകേഷ് എന്തുകൊണ്ട് രാജിവെച്ചില്ല? ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞാൽ മതി. ഒറ്റ വാചകത്തിലുള്ള മറുപടി. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം ഉന്നയിച്ച ആളുവ് ഇപ്പൊ തമിഴ്നാട്ടിലെ ജയിലിൽ കിടക്കുകയാ. ഈ ആരോപണം 14 വർഷത്തിന് ശേഷം ഉന്നയിക്കുമ്പോൾ അതിനുശേഷം 4 ക്രിമിനൽ കേസ് അവർക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം സോളാർ കാലത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞ ന്യായം. അന്ന് നിങ്ങൾക്ക് വേറെ മറുപടിയായിരുന്നു. ഇതാണ് പരസ്പര താരതമ്യത്തിലൂടെ എത്തുന്നത്. ശ്രീ ജിൻഡോ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് സ്പെഷ്യൽ കേസായിട്ട് തന്നെ കാണും. രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി കൊടുത്തിരിക്കുന്ന നടപടി പോലും വ്യാജമാണെന്നുള്ളതിൽ CPM ആവർത്തിച്ച് മുന്നോട്ട് പോകുന്നതാണ്. മറുപടി വേഗം. അല്ല, പിണറായി വിജയന്റെ പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുന്ന കേസിലെ പ്രതിയായിട്ടുള്ള മുകേഷ് രാജിവെക്കേണ്ടെന്ന് പറയുകയും ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ആരുടെയോ വോയിസ് നോട്ടിൽ കേൾക്കുന്ന അബോർഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അരുൺകുമാറിന് നിശ്ചയമുള്ളപ്പോൾ ആരെയാണ് അബോർഷന് നിർബന്ധിച്ചതെന്ന് അരുൺകുമാർ പറയണം. ഇവിടെ C കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ അരുൺകുമാറിനും BJPയുടെ പ്രതിനിധിക്കും ഒരേ വാചകം തന്നെയാണ്. ഈ 2025 ഏപ്രിൽ മാസം 7-ാം തീയതി പ്രധാനമന്ത്രിക്ക് തൽക്കാലം ഇത്രയും മതി. വരട്ടെ.